കൊണ്ട് ചമ്മന്തി അരയ്ക്കുന്നതിന് നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പീനട്ട് എടുത്തിട്ടുണ്ട്. ഈ പീനട്ട് ഞാൻ വറുത്തിട്ട് ഞാൻ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചോളം ചുവന്നുള്ളി കുറച്ച് ചെറിയ പീസായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക. പിന്നെ ചമ്മന്തിയിലേക്ക് നമുക്ക് വേണ്ടത് വാളംപുളിയാണ്. നമ്മുടെ ചമ്മന്തിയുടെ പുളിക്കനുസരിച്ച് നമുക്ക് വാളംപുളി ചേർക്കാം. ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ ചമ്മന്തിയിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും ചേർക്കുന്നുണ്ട്, ഉണക്കമുളകും ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്ന ഉണക്കമുളക് എരിവ് കുറച്ച് കുറവുള്ള ഉണക്കമുളക് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള ഉണക്കമുളക് നമുക്ക് എടുക്കാം. പിന്നെ ഒരു തക്കാളിയുടെ പകുതി ചോപ്പ് ചെയ്തെടുക്കുക. തക്കാളി നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ വാളംപുളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു തക്കാളിയുടെ പകുതി മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് പീനട്ട് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ വാളംപുളിയും തേങ്ങ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ പീനട്ട് നമ്മൾ വറുത്തെടുക്കാത്ത പീനട്ടാണെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പീനട്ട് നമ്മൾ വറുത്തിട്ട് നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളകും ചേർക്കാം. ചെറിയ പീസായിട്ട് ചേർക്കാം. ഈ ചുവന്നുള്ളി പതുക്കൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കഴിഞ്ഞപ്പോൾ പച്ചമുളക് നമ്മൾ മുഴുവനായിട്ട് നമ്മൾ ചേർക്കരുത്. മുഴുവനായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിയുമ്പോൾ നമ്മുടെ മേത്തേക്ക് ഈ പച്ചമുളകിൻ്റെ കുരു പൊട്ടിത്തെറിപ്പിക്കും. നമ്മൾ ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. വാളംപുളി ചേർക്കാം. ആ വാളംപുളി ചേർക്കുമ്പോൾ കുറച്ച് ചെറിയ പീസായിട്ട് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് തക്കാളിയും വാളംപുളിയും നമുക്കൊന്ന് വേവിക്കാം. നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വെന്തുടയേണ്ട ആവശ്യമില്ല. ആ തക്കാളി വെന്തിട്ട് തക്കാളിയുടെ പച്ചക്കുത്ത് ഒന്ന് പോയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പീനട്ട് ചേർക്കാം, തേങ്ങ ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. അപ്പോൾ ഈ തേങ്ങയുടെയും പീനട്ടിൻ്റെ ഉള്ളിലേക്ക് ആ വാളംപുളിയുടെയും ആ തക്കാളിയുടെയും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അപ്പോൾ തേങ്ങയിലേക്കും പീനട്ടിലേക്കൊക്കെ ആ പുളി ആ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിടുക. അത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അരയ്ക്കാൻ പാടുള്ളൂ. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഈ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം.
ചമ്മന്തി അരച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ചമ്മന്തിയിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം.